സമുദ്രമേഖലയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സമുദ്ര ആവാസ വ്യവസ്ഥയിൽ വരുത്തുന്ന മാറ്റങ്ങൾ കണ്ടെത്താൻ സർവേയുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. ഇതിന്റെ തുടക്കമായി വെള്ളിയാഴ്ച കൊച്ചിയിൽ ദേശീയ ശില്പശാല നടക്കും. സമുദ്രമേഖലയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ സമുദ്ര ആവാസ വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നുവെന്നറിയുകയാണ് ഓഷ്യൻ അക്കൗണ്ട് എന്ന സർവേയുടെ ലക്ഷ്യം. കേന്ദ്ര സ്ഥിതി വിവരക്കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെയും സംസ്ഥാന സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സമുദ്രമേഖലയിൽ ഈ സർവേ സംഘടിപ്പിക്കുന്നത്. സർവേയുടെ നടത്തിപ്പ് സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ തീരുമാനിക്കുന്നതിനാണ് ഓഗസ്റ്റ് 29 കൊച്ചിയിൽ ദേശീയ ശില്പശാല സംഘടിപ്പിക്കുന്നതെന്ന് സംസ്ഥാന സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് ഡയറക്ടർ രജത് GS പറഞ്ഞു. സമുദ്ര സമ്പത്ത് കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മുടെ രാജ്യം. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സമുദ്ര ആവാസ വ്യവസ്ഥയെയും സ്വാധീനിക്കുന്നുണ്ട്. ഇവ തമ്മിലുള്ള ബന്ധം അറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഓഗസ്റ്റ് 29 കൊച്ചിയിൽ നടക്കുന്ന ഓഷ്യൻ അക്കൗണ്ട്സ് എന്ന വിഷയത്തിലുള്ള ദേശീയ ശില്പശാല. ഈ ശില്പശാലയിൽ മേൽ സൂചിപ്പിച്ച സംസ്ഥാന തലത്തിൽ വിവരശേഖരണത്തിനുള്ള നയ രൂപീകരണം നടത്തുക എന്നതാണ് വിഷയം. രാജ്യത്ത് 9 തീരദേശ സംസ്ഥാനങ്ങളിൽ നിന്നും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 70 പ്രതിനിധികളും ഈ മേഖലയിലെ വിദഗ്ധരുമാണ് ഈ ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. കേന്ദ്ര സ്ഥിതി വിവരക്കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ സൗരവ് ഗാർഗ് IAS, സംസ്ഥാന ചീഫ് സെക്രട്ടറി ജയതിലക് IAS തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുക്കും. സമുദ്രമേഖലയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് തയ്യാറാക്കിയ റിപ്പോർട്ട് ശില്പശാലയിൽ അവതരിപ്പിക്കും. സമുദ്ര ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാകുക എന്ന ലക്ഷ്യത്തോടെയാണ് സർവേ. അമൃത ന്യൂസ്, കൊച്ചി.